താങ്ക് യു സോ മച്ച്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആഗമന കാലത്തിൻ്റെ യാത്രയിലാണ്, തീർത്ഥാടനത്തിലാണ്. ഈ ബത്ലഹേം യാത്ര പോലെ തന്നെ ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിൽ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ സഭ 3 തരത്തിലുള്ള വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഭ 3 തരത്തിലുള്ള വരവിനെക്കുറിച്ച് പറയും. ഒന്ന്, ഈസ് കമ്മിങ് ഇൻ ദ ഹിസ്റ്ററിയിലേക്ക് വരുന്നുണ്ട്. അത് നമുക്കറിയാം, അതാണ് ക്രിസ്മസ്, ആ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ 25, 24, 25 ഇനിയുള്ള യാത്രകളൊക്കെ അതിനെക്കുറിച്ചാണ്. മറ്റൊന്നത് ബ്ലെസ്സഡ് ഹോപ്പ് കിട്ടേണ്ട. അത് എല്ലാ ദിവസത്തെയും വിശുദ്ധ ബലിയിൽ നമ്മൾ ഒന്നുകൂടി പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, നല്ലപോലെ കേൾക്കാം. ഓക്കെ, ഇത്രയും മതി. ഇത്രയും ശബ്ദം, ഒരു ചെറിയൊരു സുഖവും ഇല്ല, അതുകൊണ്ടാണ്. ഞാൻ can I proceed? തുടങ്ങിയോ, കുഴപ്പമില്ല. താങ്ക് യു. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 3 തരത്തിലുള്ള ഒരു കമ്മിങ് ഉണ്ട്. അതായത് 3 തരത്തിലുള്ള വരവ്. യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3 തരത്തിലുള്ള സാന്നിധ്യം. അതിൽ ഒന്നാമത്തെ സാന്നിധ്യമാണ് ഈസ് കമ്മിങ് ഇൻ ദ ഹിസ്റ്ററി. നമ്മുടെ ചരിത്രത്തിലേക്ക് വരുന്നു. ഈ ചരിത്രത്തിലേക്ക് വരുന്നതാണ് മനുഷ്യാവതാരം. അതായത് ത്രൂ മേരി, അത് മാതാവിലൂടെ നമ്മൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ഈ ചരിത്രം തന്നെ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്നതൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതാണ്. രണ്ടാമതൊരു വരവുണ്ട്. രണ്ടാമത്തെ വരവാണ് ബ്ലെസ്സഡ് ഹോപ്പ്. അത് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ധ്യാനിക്കുന്നൊരു ഭാഗമാണ്, നമ്മൾ വായിക്കുന്ന ഭാഗമാണ്, കേൾക്കുന്ന ഭാഗമാണ് വിശുദ്ധ കുർബാനയിൽ. ബ്ലെസ്സഡ് ഹോപ്പ്, അതായത് അനുഗ്രഹപൂർണമായ തിരിച്ചുവരവ്. ഇതിൻ്റെ ഇടയിൽ ഒരു വരവുണ്ട്, മൂന്നാമത്, ഈസ് കമ്മിങ് ഇൻ ഗ്രേസ്. അതായത് കൃപയിലുള്ള വരവ്, വചനത്തിലൂടെ, ഈ നിമിഷം വചനത്തിലൂടെയുള്ള വരവ്, അല്ലെങ്കിൽ എന്താണ് കൂദാശകളുടെ വരവ്, സഭയിൽ ജീവിക്കുന്നു, വെളിപാടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള 3 തരത്തിലുള്ള വരവിനെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് കാലം നമുക്ക് ഉണ്ടാകേണ്ട വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് കുടുംബം ഒരു പറുദീസയാകുന്നതിനെക്കുറിച്ച് ധ്യാനിപ്പിക്കുന്ന വളരെ നല്ല ഒരു മനോഹരമായ ഭാഗമാണ്. നമ്മൾ ഈ ക്രിസ്മസ് കാലങ്ങളിൽ നമുക്കുണ്ടാകേണ്ട വലിയ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിക്കുന്നൊരു ഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു പിതാവിനോട്, ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞ് കഥകളൊന്നും പറയരുത്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോകുമ്പോൾ കഥകൾ ഓർക്കും, നല്ല കഥകൾ ഓർത്തൊഴിക്കും, പക്ഷേ വചനം മനസ്സിലോർക്കണം. അതുകൊണ്ട് വചനം തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഈ വചനം കേൾക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചോളാം. അപ്പം ഈ വചനം നമ്മുടെ ബോണി യേശയുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ബോണി വായിക്കുന്നതായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 11 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവും, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവും, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവും. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും.
മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. താങ്ക് യു ബോണി. നമ്മൾ കേട്ട ഈ വചനം പാരഡൈസ് റീഗെയിൻഡ്, അതായത് പറുദീസയുടെ തിരിച്ചുവരവാണ്. ഈ നാളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം ഈ പറുദീസയുടെ തിരിച്ചുവരവാണ്. റീസ്റ്റോറേഷൻ ഓഫ് പാരഡൈസ്, അതായത് പറുദീസയുടെ പുനഃസ്ഥാപനം. ബോണി വായിച്ച ലാസ്റ്റ് വാക്ക്, എൻ്റെ വിശുദ്ധ മലയിൽ ആരും ആരെയും ദ്രോഹിക്കില്ല. എൻ്റെ വിശുദ്ധ മലയിൽ ആരും ആരെയും ദ്രോഹിക്കില്ല. എന്താണ് അതിൻ്റെ കാരണം? കാരണം തൊട്ടടിയിൽ തന്നെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. കാരണം സമുദ്രത്തിൽ ജലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ, സമുദ്രം മുഴുവൻ ഇങ്ങനെ ജലത്താൽ മൂടപ്പെട്ടതുപോലെ, ദ എർത്ത് ഷാൾ ഫുൾ ഓഫ് ദ നോളജ് ഓഫ് ഗോഡ്. ഈ ഭൂമി കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് ഈ ദ്രോഹിക്കാത്തൊരു മല രൂപപ്പെടുന്നത്. ഷൂട്ട് ഫ്രം ദ സ്റ്റംപ് ഓഫ് ജെസ്സെ, അതായത് ജെസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും. ഈ ജെസ്സയുടെ മുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, നമ്മൾ നിലനിന്നിരുന്ന ഒരു രാജഭരണം മൊത്തം അത് ചുവടോടെ അർത്ഥു മാറ്റിപ്പെട്ടിരിക്കുന്നു. മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ അത് വരുന്നത് ഒരു പഴയ കുറ്റിയിൽ നിന്നാണ്. ഇപ്പോൾ അതൊരു മുളയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുളയിലുണ്ടാകുന്ന ഒരു ഭാവമാറ്റമാണ് പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. ഈ മുളയിലുണ്ടാകുന്ന ഒരു ഭാവമാറ്റം, നിസ്സാരമായ ഈ മുളയിലൂടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഈ മുള ഒരു രാജശിശുവാണ്. ഇനിയാണ് നമ്മൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. ഈ മുള ബലപ്പെടുത്തുന്നത്, പറയുന്നുണ്ട്, ഈ മുള ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചുകൊണ്ടാണ്. അവൻ്റെ മേൽ ആവസിച്ചുകൊണ്ട് ഈ മുള ബലപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് നമുക്കിനി കേൾക്കുന്ന ഈ 2 സെറ്റ് വീതമുള്ള 3 ഫാക്കൽറ്റീസാണ് പറയുന്നത്. ഈ 2 സെറ്റുമുള്ള ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ്, അങ്ങനെ ഈ 2 സെറ്റുള്ള ഇങ്ങനെ 2, 6 ആത്മാവിൻ്റെ വരെ. ഇന്ന് ഏറ്റവും അവസാനം ഇതിൻ്റെ എല്ലാം ക്യാപ്സ്റ്റോണായിട്ട് പറയുന്നതാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ക്യാപ്സ്റ്റോണായിട്ട് പറയുകയാണ് ദൈവഭയം എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനത്തിൻ്റെ 3 ഫാക്കൽറ്റീസാണ് ഞാൻ പറയുന്നത്. 3 ഫാക്കൽറ്റീസ്. ആദ്യത്തെ ഫാക്കൽറ്റീസാണ് ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെയും ആത്മാവ്. ഈ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിയുടെ മേഖലയാണ്. അതൊരു ബുദ്ധിയുടെ മേഖലയാണ്. ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥയ്ക്ക് ഒക്കെ വേണ്ട ഒരു സാധനമാണ്, ഒരു ബുദ്ധിയുടെ മേഖലയാണ്. അതൊരു ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റീസാണ്. അതാണ് അറിവും ജ്ഞാനവും. അപ്പം ഈ അറിവും ജ്ഞാനവും എന്ന് പറയുന്നത് അത് സ്പിരിറ്റ് ഇലുമിനേറ്റ്സ് അവർ മൈൻഡ്. അത് പരിശുദ്ധാത്മാവാൽ പ്രകാശിതമാകുന്ന ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. അതിനാണ് ഈ ശിശു നമ്മുടെ മേൽ നമുക്ക് ആത്മാവ് നമ്മുടെ മേൽ ആവസിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തനിയെ ഓട്ടോമാറ്റിക്കലി വരും. ഇതിന് വലിയ പഠനമൊന്നും വേണ്ട, ഇത് വന്നോളും. നമ്മുടെ മൈൻഡ്. ആദ്യത്തെ ഇതാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് മൈൻഡാണ്. ഇത് മൈൻഡ്, അത് സ്പിരിറ്റ് ഇലുമിനേറ്റ് അവർ മൈൻഡ്, പരിശുദ്ധാത്മാവിൽ പ്രകാശിതമാകുന്ന ബുദ്ധി. 2, ഉപദേശത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ്. എന്താണ് ഉപദേശത്തിൻ്റെ ശക്തിയുടെ ആത്മാവ്? ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥന് വേണ്ട ഒരു സംരക്ഷണത്തിന് വേണ്ട ഇതാണ്. അവൻ സംരക്ഷിക്കുന്നവനായിരിക്കണം. അപ്പോൾ അവന് വേണ്ടത് ഈ സംരക്ഷിക്കാൻ ഈ ശക്തി മാത്രം പോരാ, നല്ല ആലോചന, ചാടരുത്, എടുത്തുചാട്ടി ഒന്നും ചെയ്യരുത്, നൈപുണ്യം വേണം. അപ്പോൾ സ്പിരിറ്റ് ഇലുമിനേറ്റ്സ് അവർ ബോഡി, അതായത് പരിശുദ്ധാത്മാവാൽ പ്രകാശിതമാകുന്ന ഒരു ശക്തി. ഇതാണ് നമ്മുടെ 3 ഫാക്കൽറ്റീസ് ഞാൻ പറഞ്ഞത്. 1 മൈൻഡ്, 2 ബോഡി, 3ാമത് പറയുന്നതാണ് അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ്. അറിവിൻ്റെയും ദൈവഭക്തി അത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളിൽ നമുക്കൊരു വിസ്മയം വേണം. ആത്മീയ കാര്യം നമുക്കൊരു വിസ്മയം വേണം. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടമെൻ്റ് എന്നൊരു സെയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതായത് എല്ലാ ദിവസവും കൈകാര്യം ചെയ്ത് നമുക്ക് അതിനോടുള്ള ഭക്തി പോകും.
അല്ല, എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ച് റുട്ടീനായി പോയി നമുക്ക് വലിയ ഭക്തിയല്ല, പക്ഷേ ഇങ്ങനെ വെറുതെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല, ഓരോ ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പം, അല്ലെങ്കിൽ ഓരോ ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പം, ഓരോ ദിവസവും നമ്മൾ ആൾത്താരെ കയറുമ്പം ഒരു ഒരു എന്താ ഒരു വിസ്മയം ഉണ്ടാകും. ഈ വിസ്മയത്തെക്കുറിച്ച് മോസസിൻ്റെ കാര്യത്തിൽ പറയുന്നത് നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്. വാട്ട് ഈസ് ഹോളി? ഹോളി ഈസ് എ ഫാസിനേറ്റിംഗ് ആൻഡ് ഫ്രൈറ്റനിങ് മിസ്റ്ററി. അതായത് മോസസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് വിട്ടുപോരാൻ പറ്റത്തില്ല. അതാണ് ഫാസിനേറ്റിംഗ്. ഇങ്ങനെ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് തീയാണ്. അത് നമ്മളെ ഭയമുണ്ട്, ആകർഷണമുണ്ട്. അതിനെയാണ് പരിശുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം പറയുന്നതാണ് സ്പിരിറ്റ് ഇലുമിനേറ്റ് അവർ സോൾ. പരിശുദ്ധാത്മാവിൽ പ്രകാശിതമാകുന്ന ഒരു ആത്മാവ്. അപ്പോൾ ബുദ്ധി, ശക്തി, ആത്മാവ്. ഒരു കുടുംബത്തിൽ ഇതൊക്കെ നമുക്ക് കർത്താവ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. ബുദ്ധി, ശക്തി, ആത്മാവ്, മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ഒരു കുടുംബത്തിന്, അല്ലെങ്കിൽ ഒരു അപ്പന്, ഒരു അമ്മയ്ക്ക് ഈ ഉണ്ടാകേണ്ട 3 ഗുണങ്ങളെക്കുറിച്ച് പറയാണ്. നീതിവിധിയായിരിക്കണം, സംരക്ഷിക്കുന്നതിനായിരിക്കണം, അതോടൊപ്പം ദൈവത്തെയും മനുഷ്യനെയും അവന് ദൈവത്തെ ദൈവത്തെ ഭയപ്പെടുന്നവൻ മനുഷ്യനെ ഭയപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു 3 ഗുണങ്ങൾ, 3 ഫാക്കൽറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അനന്തരഫലം പറയാണ്, ഒരു പുതിയ സംവിധാനം പറയാണ്. അതാണ് പാരഡൈസിൻ്റെ ഒരു ചിത്രീകരണം. പറയാണ്, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. ചെന്നായി ഒരിക്കലും ആട്ടിൻകുട്ടിയായിട്ട് വസിക്കാൻ പാടില്ല. പക്ഷെ ചെന്നായി ആട്ടിൻകുട്ടി ഒന്നിച്ച് വസിക്കും. പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയുടെ കിടക്കും. പശുക്കുട്ടിയും സിംഹവും ഒരുമിച്ച് മെയ്യും. മുലകുടിക്കുന്ന ഒരു കുഞ്ഞ് സർപ്പത്തിൻ്റെ പൊത്തിൽ കൈയിടും. മുലകുടിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഏറ്റവും ഇന്നസെൻ്റാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് വേർഡാണ്, ഏറ്റവും പോയ്സണായിട്ടുള്ള, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡാണ് സർപ്പം. ഒരു സർപ്പം. ഓക്കെ, ഒരുമിച്ച് കിടക്കും. ഇതെല്ലാം നടക്കുന്നത് പാരഡൈസിലാണ്. ഇതെല്ലാം നടക്കുന്നത് പർദീസയിലാണ്. അപ്പോൾ പർദീസ ഇതിന് പുനഃസ്ഥാപനമാണ്. അതിൻ്റെയൊക്കെ ഏജൻ്റായിട്ടാണ് ഈ ശിശു മാറിയേക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സിലാണ് നമ്മൾ നേരത്തെ കേട്ട ഭാഗം, ആരും ആരെയും ദ്രോഹിക്കത്തില്ല. കാരണം എന്താണ്? കാരണം എന്തുകൊണ്ടാണ്? കാരണം ഫോർ ദ എർത്ത് ഷാൾ ഫുൾ ഓഫ് ദ നോളജ് ഓഫ് ഗോഡ്. ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ ഉപദ്രവിക്കാനാ? ദ റീസൺ വൈ വി ഹേർട്ട് ഈച്ച് അതർ. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? കാരണം എൻ്റെ ഹൃദയത്തിൽ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം ഒരേ കണക്ക്. ഈ ഭൂമി മുഴുവൻ എന്ന് വെച്ചാൽ അതാണ് പറയുന്നത്, ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് തന്നെ. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ആരെയും ഉപദ്രവിക്കത്തില്ല. എൻ്റെ വിശുദ്ധഗിരിയുടെ ഒരു ഡെഫിനിഷനാണ് ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും. അങ്ങനെ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ ആർക്കും ആരെയും ദ്രോഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ദ്രോഹിക്കുന്നത് വെച്ചാൽ നമുക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഡിവിഷൻ തന്നെ ഉണ്ടാകുന്നത്. സീറോ മലബാർ, ലാറ്റിൻ, മലങ്കര, അല്ലെങ്കിൽ റീത്ത്, അങ്ങനെ പല അതൊക്കെ ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ ജ്ഞാനമില്ലാത്തതുകൊണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ അതൊക്കെ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഡിവിഷൻ, നമ്മൾ ഉപദ്രവത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ഹിംസ വികാരമുണ്ട്, നമ്മളിലൊരു വയലൻസ് ഉണ്ട്. വി ഹാവ് ടു ഡോമിനേറ്റ് ദറ്റ് വയലൻസ്. അത് നമുക്ക് ആവശ്യം ഒരു ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ എൻ്റെ വിശുദ്ധഗിരിയിൽ ആരെയും ദ്രോഹിക്കില്ല. അപ്പോൾ ആരും ഈ ക്രിസ്മസ് നാളുകളെന്നൊക്കെ പറയുന്നത് നമുക്ക് പരസ്പരം ദ്രോഹിക്കാത്ത നാളുകളാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമ്മൾ നിറയേണ്ട. അതിന് ഈ ശിശു ആയിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്. അതാണ് ഈ ശിശുവായിട്ട് നമ്മൾ ബന്ധപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് ഈ പാരഡൈസിൽ ആകെ മെനു മാത്രമേ മാറുന്നുള്ളൂ, ഭക്ഷണക്രമം മാത്രം മാറുന്നുള്ളൂ. സിംഹം കാളയെപ്പോലെ വൈക്കോല് തിന്നുന്നു, പക്ഷേ അത് പർദീസയിലെ ഭക്ഷണ രീതിയാണ്. മെനു മാത്രം മാറുന്നത്. അതായത് സിംഹമാണ്, പക്ഷേ അത് ഒറിജിനിലേക്ക് തിരിച്ചു പോകുന്നു. അത് കടിച്ചു കീറാനുള്ള അതിൻ്റെ ഒരു വിമോചനമാണത്. മെനു മാറുന്നു, പക്ഷേ സിംഹമാണ്, പക്ഷേ അത് വൈക്കോല് തിന്നുന്നു. ഇതെന്താണ് ക്രിസ്മസിൽ നമുക്ക് സംഭവിക്കുന്നത്? ദ വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ഡെൽറ്റ് എമംഗ് us. അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടും
വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഈ വചനം നമ്മളിൽ ഓരോരുത്തരും മാംസമായിട്ട് വരികയാണ്. അപ്പം ഈ മാംസത്തെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ, ആരെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ ദൈവത്തെയാണ് നശിപ്പിക്കുന്നത്. നേരത്തെ ജെനി ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇത്രമാത്രം ഈ മാംസമായിട്ട് നമ്മുടെ മാംസമായിട്ട് വരാൻ നമുക്ക് അത്രയും വിലയാണ് നമുക്ക് തരുന്നത്. ദൈവം എന്തുമാത്രം വിലയാണ് നമുക്ക് തരുന്നത്, അത്രമാത്രം വിലയാണ് നമുക്ക് തരുന്നത്. ദ വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ഡെൽറ്റ് അമംഗ് us. അപ്പം ഈ സുവിശേഷ ജ്ഞാനം വന്നു കഴിയുമ്പോൾ ഒരു ജീവിയും മറ്റൊന്നിനെ അപകടകാരികളല്ല, മറിച്ച് ഒരു പുതിയ ഒരു താളവും ഒരു ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ഉള്ള ഒരു ലോകം, എല്ലാ ജീവശൃംഖശാലകളുടെ മനോഹരമായിട്ടുള്ള ഒരു ചാരുതയാർന്ന ഒരു ഇണക്കവും ഇഴചേരലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം. ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് പീസ്. ക്രിസ്മസ് സമാധാന ദൈവജ്ഞാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിൽ പ്രധാനമായിട്ടും ആഴപ്പെടേണ്ട ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ വാക്കുകൾ, നിങ്ങൾ ഇതെല്ലാം മറന്നുപോയാലും ഒറ്റ കാര്യം മാത്രം ഓർത്തണം: എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ആരെയും ദ്രോഹിക്കത്തില്ല. കാരണം ഈ ഭൂമിയിൽ കാരണം ഈ സമുദ്രത്തിൽ ഈ ജലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയണം. ഈ ക്രിസ്മസിൽ ഉണ്ടാകേണ്ടതും അതാണ്. നമ്മിൽ അഹിംസയാകുന്ന ഒരു മനസ്സ്, ഒരു തീരുമാനം, ഒരു ഹൃദയം രൂപപ്പെടണം. അതിൻ്റെ കാരണം നമ്മിൽ നിറയുന്ന ജ്ഞാനമാണ്. ഈ ജ്ഞാനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. അത് തിരിച്ച് പർദീസയുടെ ഒരു പുനഃസ്ഥാപനമാണ്, റീസ്റ്റോറേഷൻ ഓഫ് പാരഡൈസ്. ഈ പതിവിടങ്ങളിൽ നിന്ന് പിൻവലിയേണ്ട സമയം കൂടിയാണിത്. പതിവിടങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിൻവലിയേണ്ട സമയമാണ്. ഒരർത്ഥത്തിൽ ആഗമനം കാത്തിരിപ്പിൻ്റെതാണ്. കാത്തിരിപ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പിന്മാറ്റമാണ്. ഈ പിന്മാറ്റം ഒരു ഒളിച്ചോട്ടമായിട്ടൊന്നും കാണണ്ട. ഈ പിന്മാറ്റം ഒരു ശരിയായിട്ടുള്ള ഒരു പുനഃപ്രവേശത്തിനുള്ള ഒരു പാതയായിട്ട്, അതിനുള്ള ഒരുക്കമായിട്ടൊക്കെ നമുക്ക് കാണാം. ക്രിസ്തുവിൽ കണ്ടുമുട്ടുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു ചലനാത്മകതയുണ്ട്, ഒരു താളാത്മകതയുണ്ട്, ഒരു 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 ചാട്ടമുണ്ട്, ഒരു ചാട്ടമുണ്ട്. ഈ ചാട്ടം നമുക്ക് കിട്ടുന്നത് ഈ പർദീസയുടെ പുനഃസ്ഥാപനമാണ്. സമാധാനത്തിൻ്റെ ദൈവം നമ്മെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ സ്വന്തമാക്കട്ടെ. ക്രിസ്മസിൻ്റെ ചൈതന്യം അതാണ്. ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറയട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. ആമേൻ.